ഇനി എന്നെ ഇവിടേക്ക് വരുത്തരുത്. നിക്കടി. നീ എന്താ പറഞ്ഞത്? അപമാനിക്കരുതെന്നോ? നിന്റെ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാൻ അനുഭവിച്ച അപമാനം, അതിന്റെ ചൂട് എത്രയാണെന്ന് അറിയോ നിനക്ക്? അതിന് കാരണം നീയാ. ആ നിന്നെ ഞാൻ ഇനിയും ദ്രോഹിക്കും, അപമാനിക്കും. എവിടെ വെച്ചായാലും മനസ്സിൽ കുറിച്ചോ നീ. വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്? ദിസ് ഇസ് നോട്ട് ഫെയർ. ദിസ് ഇസ് മൈ ഹൗസ്. അമ്മേ, നോട്ട് ടോക്കിംഗ്. എന്റെ മരുമക്കൾ 3 പേർക്കും കുറച്ച് മാറ്റങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞില്ലാതെ കരുതരുത്. ഐ നോ ഓൾ. സോറി മോളെ, ഇവര് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. മോൾ അതൊന്നും മനസ്സിൽ വെക്കരുത്. തെറ്റ് ചെയ്ത് ആരാണെന്ന് അമ്മയ്ക്കറിയാം. അമ്മ എന്നോട് ക്ഷമിക്കണം. ഇന്ന് വരെ ആരുടെയും ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ആരോടും ചോദിക്കാതെ ഒരു വളപ്പൊട്ട് പോലും ഞാൻ എടുത്തിട്ടില്ല. എന്നിട്ടും അമ്മയുടെയും മരുമക്കള് ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചു. പോലീസിനെ കൊണ്ട് എന്റെ അച്ഛനെ അമ്മയെ അറസ്റ്റ് ചെയ്യിക്കാൻ ശ്രമിച്ചു. അതിന് എന്റെ മകൻ മോളുടെ അച്ഛനോടും അമ്മയോടും മാപ്പ് പറഞ്ഞില്ലേ? ഇവളെ കൊണ്ട് മാപ്പ് പറയിച്ചില്ലേ? അവൻ മനസ്സിൽ തട്ടി അങ്ങനെയൊക്കെ ചെയ്തത്. ഈ വീടിനകത്ത് വന്ന് ഇവരോടൊക്കെ സംസാരിച്ചത് ഇത്തിരി കടന്നുപോയെന്നറിയാം. പക്ഷെ ഇവരുടെ പ്രവൃത്തി കാരണോ എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത്. അമ്മ എന്നോട് പൊറുക്കണം. അവളൊന്ന് കരഞ്ഞു കാണിച്ചപ്പോ അമ്മ അതില് വീണു. വേണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി. ഇനി അത് ന്യായീകരിച്ച് കൂടുതൽ വഷളാക്കാൻ നിൽക്കണ്ട. May I come in, sir? വരൂ വരൂ പൗർണമി. എന്തുപറ്റി ലേറ്റ് ആവാൻ? നീ വിളിച്ചപ്പോ ഞാൻ ട്രാവലിംഗിലായിരുന്നു. അല്ല, എന്താ ഇത്ര അത്യാവശ്യം? ഇത് പതിവില്ലാത്തയാണല്ലോ. പതിവില്ലാത്ത പലതും അല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിന്റെ വിളി വന്നപ്പോഴേ ഞാൻ ഊഹിച്ചു. എന്തായി, പെണ്ണിനെ കണ്ടെത്തിയോ? ഇല്ല, സുപ്രിയയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഒടുവിൽ നിന്റെ സഹായം വേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നു. അതെന്താ, നീക്ക് കല്യാണം കഴിക്കാൻ ഈ നാട്ടിൽ നല്ല പെൺകുട്ടികളെ കിട്ടില്ലേ? വേണമെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ നോക്കാം. നിന്നെ പോലെ ഒരാളിനെ കെട്ടാൻ ഏത് പെണ്ണ ആഗ്രഹിക്കാത്തത്? സുപ്രിയ, നിന്നെ കുറിച്ച് പറയുന്നത് കേട്ട് കേട്ട് പണ്ട് എനിക്ക് പോലും നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്ന് തോന്നിയിട്ടുണ്ട്. ആഹാ, ഇവളാള് കൊള്ളാലോ. അന്ന് എങ്ങനെ നിന്നോടത് പറയും? നിന്റെ ഞരമ്പിൽ ചോരയ്ക്ക് പകരം സുപ്രിയയോടുള്ള പ്രേമമല്ലേ ഒഴുകിയിരുന്നത്? ചുറ്റിനുള്ളവരെയൊന്നും അന്ന് നീ മൈൻഡ് പോലും ചെയ്യില്ലായിരുന്നല്ലോ. അമ്പടി ഭയങ്കരി. ചുമ്മാതല്ല ഡിക്ക് 15 ദിവസത്തിനകം കല്യാണം നടത്താമെന്ന് പറഞ്ഞ. ഇവളെ ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കും. എന്നാലും സുപ്രിയക്ക് നിന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അവളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയല്ലായിരുന്നു നീ. സുപ്രിയക്ക് ഇതറിയായിരുന്നു. ഒരു ദിവസം സഹിയിട്ട് ഞാൻ അവളോട് ഇക്കാര്യം പറഞ്ഞു.
എന്നിട്ട് സുപ്രിയ എന്ത് പറഞ്ഞു? അവളെന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഒടുവിൽ എനിക്ക് വേണ്ടി ഒരു സൗജന്യം തന്നു. എന്ത്? അവള് മരിച്ചു കഴിഞ്ഞ് വേണമെങ്കിൽ DK ഞാൻ എടുത്തോളാം. ആഹാ, അത് ശരി. അപ്പൊ സുപ്രിയാന്റെ ചത്ത് കട്ടിലൊഴിയാൻ കാത്തു നിൽക്കായിരുന്നു നീ അല്ലേ? കൊള്ളാം. എന്താ നിനക്ക് സങ്കടമായോ? ഏയ് ഇല്ല, ഞാൻ ഓർക്കുമായിരുന്നു സുപ്രിയക്ക് നിന്നോടുള്ള സ്നേഹം എത്ര വലുതായിരുന്നുവെന്ന്. കുട്ടിക്കാലം മുതൽ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നല്ലോ. ഓടിക്കളിച്ചതും ഒരുമിച്ച് പഠിച്ചതും വളർന്നതും സ്വപ്നങ്ങൾ കണ്ടതുമെല്ലാം. ഇപ്പോ അവൾ ഇല്ലാതായപ്പോ അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ നിന്റെ കൂടെ നിൽക്കേണ്ടത് എന്റെ കടമയാണെന്ന് എനിക്ക് തോന്നി. പറ DK, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? കിട്ടിയ അവസരം മുതലാക്കുകയാണല്ലേ മോളെ. ഇവളെ സൂക്ഷിക്കണം. ആർക്കും ഇല്ലാത്തൊരു സ്വാധീനം ഇവൾക്ക് DKയുടെ മേലുണ്ട്. ഇവളെ തന്നെ കെട്ടാനായിരിക്കും DK തീരുമാനിച്ചത്. പറയ, ഞാൻ എങ്ങനെയാ നിന്നെ സഹായിക്കണ്ടേ? പൗർണമി, നിന്നോട് മാത്രമേ എനിക്കിപ്പോ എന്റെ മനസ്സ് തുറന്നു കാണിക്കാൻ പറ്റൂ. നിനക്കെന്നെ മനസ്സിലാവും, മറ്റാർക്കും അതിന് കഴിയില്ല. സുപ്രിയയുടെ ആഗ്രഹം നടക്കണം. അതിന് നീ എന്റെ കൂടെ നിൽക്കണം. ഷുവർ, വിവാഹം നമുക്ക് ഗംഭീരമായിട്ട് നടത്താം. ഞാനുണ്ട് നിന്റെ ഒപ്പം. ആഹാ, അപ്പൊ രണ്ടും കൽപ്പിച്ച് തന്നെയാണല്ലേ. ശരിയാക്കി തരാം. DKയുടെ പ്ലാൻ ഞാൻ ഇന്ന് പൊളിക്കും. ചിത്രയോട് വിളിച്ചു പറയാം. അവളോട് പറഞ്ഞ 1000 നോട്ടീസിന്റെ ഫലം ചെയ്യും. ഒന്ന് പെട്ടെന്ന് വാ മനുഷ്യ. അല്ലേ ഈ മനുഷ്യന്റെ കൂടെ ഒരു സ്ഥലത്ത് സമയത്ത് ഇറങ്ങാൻ പറ്റില്ല. ശ്രീദേവി, എടി ശ്രീദേവി, ദാ വരുന്നു. ദാ ചേച്ചി, വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഈ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. എല്ലായിടത്തും കേറി ഇറങ്ങി ഇനി എപ്പോ തിരിച്ചെത്താൻ പറ്റുമോ? അതല്ലേ ഞാൻ പറഞ്ഞത്, ലിസ്റ്റിംഗ് തന്നാ മതി, സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചോണ്ട് വരാമെന്ന്. നല്ല കഥയായി. എന്നിട്ട് വേണം ഇനി പകുതി സാധനം അവിടെ ഇവിടെയൊക്കെ വെച്ച് മറക്കാൻ. നീ പോയി സാധനം വാങ്ങാൻ സഞ്ചി എടുത്തുണ്ടോ? ഇത് കുറെ ഉണ്ടല്ലോ. ദേ വന്നു മാസത്ത്. ചേച്ചി നിക്ക്. അതിനു മുൻപ് എനിക്ക് ഇവളോട് 2 വാക്ക് ചോദിക്കാനുണ്ട്. ഈ വീട്ടിൽ തീരുമാനം എടുക്കുന്നത് നീയാണോ അതോ ഞങ്ങളാണോ? അത് അച്ഛനും അമ്മയും തന്നെയാ. അതിലെന്താ സംശയം? എന്നിട്ടാണോ ഞങ്ങളോട് ചോദിക്കാതെ ആ സമ്മാനങ്ങൾ നീ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തത്? ആ സമ്മാനങ്ങള് നമുക്ക് വേണ്ട മമ്മി. അത് നമ്മൾ സ്വീകരിച്ച അതെന്ന് നമുക്കൊരു ബാധ്യത തന്നെയായിരിക്കും. അത് നീയാണോ തീരുമാനിക്കുന്നത്? നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചവരുടെ സമ്മാനങ്ങൾ നമുക്ക് എന്തിനാ? അതുമാത്രമല്ല, ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ചതി നടക്കുന്നുണ്ടോന്നോ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് തിരിച്ചു കൊടുത്തത്. ഇനി മേലിൽ അവര് നമ്മളെ ഉപദ്രവിക്കാൻ വരില്ല. പോരെ? നിർത്തടി. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് നല്ലതുപോലെ ആലോചിക്കണം. അവരൊക്കെ വലിയവരാ, കഴിവും സ്വാധീനമുള്ളവര്. അതുകൊണ്ട് അവര് പറയുന്നതെല്ലാം നമ്മൾ മിണ്ടാതെ കേട്ടു നിൽക്കണോ? തരുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങണോ? താഴേണ്ടടുത്ത് താഴുകയും മിണ്ടാതെ നിൽക്കേണ്ടടുത്ത് മിണ്ടാതെ നിൽക്കുകയും വേണം. ഇനി മേലാൽ ഞങ്ങളോട് ചോദിക്കാതെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലിയൊടിക്കും. മതി ആശാലതെ, ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. ഞങ്ങളോട് ആലോചിക്കാതെ മോൾ അത് തിരിച്ചു കൊടുത്തത് ശരിയായില്ല. നോക്ക്, ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. ആശാലതെ വാ. അല്ല മോളെ,
നീ അവിടെ ചെന്ന് വല്ല കുഴപ്പമുണ്ടാക്കിയോ? ഹേയ്, ഒരു കുഴപ്പവും ഉണ്ടാക്കിയില്ല. ആ മായെന്ന് പറയുന്നവർക്ക് ഒരു നല്ല സദ്യ തന്നെ ഞാൻ വിളമ്പിക്കൊടുത്തിട്ടുണ്ട്. സദ്യയോ? അത് നല്ല ചെറുമണി അരിയുടെ ചോറും പരിപ്പും പപ്പടവും നെയ്യും ഒക്കെ കൂട്ടിച്ചേർത്ത് നല്ല ഒന്നാന്തരം സദ്യ. അതിന്റെ രുചി അവൾ ഈ ജന്മത്ത് മറക്കില്ല. എന്നോട് അവളുടെ കളി. എന്നാ പിന്നെ മോള് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, ചേച്ചി നല്ലൊരു ചായ ഇട്ട് തരാം. സദ്യ വിളമ്പി ക്ഷീണിച്ചതല്ലേ? അവിനാഷ്, 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 എന്താ ഇത്? നിനക്ക് എന്താ പറ്റിയത്? നീ ഇതെവിടെയാ? എന്റെ മുന്നിൽ വാ, വരാൻ. അവിനാഷ്, 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 നീ എന്തേ കാണിച്ചേ? അവിനാഷ്, അവിനാഷ്, അവിനാഷ്. മുറിച്ചു കളയേണ്ടത് അപ്പൊ തന്നെ മുറിച്ചു കളയണം, അല്ലേ മോളെ? പിന്നല്ലാതെ വലിയ പണക്കാരനാണെന്നുള്ള അഹങ്കാരം ഉണ്ട് അയാൾക്ക്. എന്നെ അയാൾക്ക് ശരിക്കും അറിയത്തില്ല. ഹിറ്റ്ലറാണ് പോലും, ഹിറ്റ്ലർ. അല്ല മോളെ, മോൾ എന്നോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് സത്യമാണോ? എന്തു കാര്യം? അയ്യാക്ക് മോളെ കല്യാണം കഴിച്ച് തീരുള്ളൂന്ന്. ശരിക്കും അയാൾ അങ്ങനെ പറഞ്ഞോ? ആ, മതി മതി. ചേച്ചിയുടെ രോഗം എനിക്ക് മനസ്സിലായി. എന്റെ മനസ്സിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടോ എന്ന് അറിയാനുള്ള പുറപ്പാടല്ലേ? ഇതിലിപ്പോ എന്താ ഇത്ര വലിയ രഹസ്യം? അല്ലെങ്കിൽ തന്നെ അയാളെ പോലെ ഒരാളെ കല്യാണം കഴിക്കാൻ ആരാ ഇഷ്ടപ്പെടാത്തെ? എന്നാ പിന്നെ ചേച്ചിക്ക് ഞാൻ അയാളെ ഒന്ന് ആലോചിക്കട്ടെ. ഏയ്, എനിക്കൊന്നും വേണ്ട. അയ്യാടാ, ഒരു നാണം കണ്ടില്ലേ? രഹസ്യം തോണ്ടാൻ നടക്കുന്നു. അതെ ചേച്ചി, ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. അയാള് പണക്കാരനാ, ആ വീട്ടുകാര് വലിയ തറവാട്ടുകാരുവാ. പക്ഷെ പണമാണോ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ കാര്യം? അല്ല. പണം കൊണ്ട് എല്ലാം നേടാൻ സാധിക്കുമോ? 1 കോടി വിലയുള്ള ബെൻസ് കാറിൽ വന്നിറങ്ങിയ ഒരുത്തൻ ഇന്നലെ 100 രൂപയുടെ ഓക്സിജന് വേണ്ടി ആശുപത്രി മുറ്റത്ത് തെണ്ടുന്ന കാഴ്ച ടിവി കാണിച്ചായിരുന്നു. ചേച്ചി കണ്ടായിരുന്നോ? ആ, പണത്തിന് അത്രേ വിലയുള്ളൂ. എന്നുവെച്ച് ജീവിക്കാൻ പണമില്ലാതെ പറ്റുമോ മോളെ? ആ, ജീവിക്കാൻ പണം വേണം, പക്ഷേ അതുകൊണ്ട് അഹങ്കരിക്കരുത്. ആ പിന്നെ എനിക്ക് മോളോട് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? പ്രിയമോളെ കുറിച്ചാ. അവിനാഷ്, 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 എന്ത് ഭ്രാന്താ നീ കാണിച്ചത്? എഴുന്നേൽക്ക്, ഹോസ്പിറ്റലിൽ പോ. ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് മരിക്കണം. എഴുന്നേൽക്ക്, ഹോസ്പിറ്റലിൽ പോ. നിന്റെ ചേച്ചി നമ്മളെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല. നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ. നിന്റെ മുഖം കണ്ടോണ്ട് എനിക്ക്
എനിക്ക് മരിക്കണം. നീ വെറുതെ ഭ്രാന്ത് പറയരുത്. ഞാനല്ലേ നിന്നെ സ്നേഹിച്ചത്, ജയിച്ചല്ലോ. ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോയില്ല അവിനാശ്. വേഗം എഴുന്നേൽക്ക്, ഹോസ്പിറ്റലിൽ പോ. എഴുന്നേൽക്ക് അവിനാശ്. എന്നിട്ട് ആ സമയത്ത് നീ ഒന്നും പറയാതിരുന്ന എന്താ? നിന്റെ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നീ മിണ്ടാതിരുന്നില്ലേ? അതെന്നെ തകർത്തു കളഞ്ഞു പ്രിയേ, തകർത്തു കളഞ്ഞു. ഞാനില്ലെങ്കിലും നീ സുഖമായിട്ട് ജീവിക്കണം. എനിക്കത് മതി. I love you, Priya. I love you. അവിനാശ്. അവിനാശ്. I love you, അവിനാശ്. I love you. വേഗം എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോ പ്ലീസ്. ഞാനല്ലേ പറയുന്നേ. എനിക്ക് നിന്നെ വേണം പ്രിയ. നീ എന്റേത് മാത്രം. ഞാൻ പറഞ്ഞ സത്യം മോളെ. 1-2 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചേച്ചി തെറ്റിദ്ധരിച്ചതാ. എന്റെ അനിയത്തി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഈ കണ്ടതും കേട്ടതും ഒന്നും മമ്മിയോട് പോയി പറയാൻ നിൽക്കണ്ട. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. അത് മതി എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ. അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പൊ പിന്നെ മമ്മിക്ക് ദേഷ്യം വരുന്ന ഒന്നും പറയാൻ നിൽക്കണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അനിയത്തി ഞാൻ പറയുന്നതേ കേക്കൂ. എനിക്കത് ഉറപ്പുണ്ട്. പിന്നെ അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. അവരിതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഭൂതക്കണ്ണാടിയോ ഭൂതക്കണ്ണാടി. എങ്ങനെയെങ്കിലും പ്രിയമോളെ ബന്ധത്തിൽ നിന്ന് മാറ്റണം. പറഞ്ഞു കേട്ടില്ലെങ്കിൽ നല്ല അടി വെച്ചു കൊടുക്കും ഞാൻ. പ്രിയേ, എന്താ മോളെ നീ കാണിച്ച്? പ്രിയേ, പ്രിയേ, അയ്യോ, മോളെ, ചേച്ചി ഒന്ന് വന്നേ. പിടിക്ക്. അയ്യോ, എന്താ ഇത്? അയ്യോ, ഈ കുട്ടി എന്താ ഈ കാണിച്ചേ? മോളെ, പ്രിയ മോളെ, കണ്ണു തുറക്ക്. മോളെ, വേഗം കൊണ്ടുവാ.